എല്ലാവർക്കും നമസ്കാരം. ആത്മമന്ത്രയുടെ പവർ ഓഫ് ഫോക്കസിലേക്ക് എല്ലാവരും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MM30 ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഫോക്കസിനെ പറ്റിയിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോക്കസ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഫോക്കസ് വളരെ നിർബന്ധമാണ്. അപ്പോൾ ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ബിനേഷ് രവീന്ദ്രൻ, നിങ്ങളുടെ മൈൻഡ് പവർ കോച്ച്. MM30 ദ വൺ ആൻഡ് ഓൺലി മൈൻഡ് പവർ ജിമ്മ് ആത്മമന്ത്രയുടെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആത്മമന്ത്രയാണ്. സോ നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. ദ പവർ ഓഫ് ഫോക്കസ്. ഇന്ന് ഈ പവർ ഓഫ് ഫോക്കസ് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ടോപ്പിക്കുകൾ മാത്രം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഫോക്കസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഫോക്കസ് ഇത്ര പ്രധാനപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോക്കസ് ഇല്ലാത്തതിൻ്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മാനിഫെസ്റ്റേഷനിൽ ഫോക്കസിൻ്റെ റോൾ എന്താണ്, ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്താണ് ഫോക്കസ്? അപ്പോൾ ഞാൻ പറയാം. ഒരേ സമയത്ത് ഒരു പ്രധാന കാര്യത്തിൽ മനസ്സ്, ഊർജം, വികാരം, പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന കഴിവാണ് ഫോക്കസ്. മൈൻഡ്, എനർജി, ഇമോഷൻ, ആക്ഷൻ ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ, ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ഈ ഫോക്കസ് അല്ലെങ്കിൽ ഈ ശ്രദ്ധയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ, നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ചെറുപ്പം മുതൽ വളരെയധികം നമ്മളുടെ ഇടയിൽ പറയുന്ന ഒരു കഥയുണ്ട്. നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള, എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കഥയാണ്. പക്ഷേ അത് വീണ്ടും വീണ്ടും അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആശയം നമ്മുടെ ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങേണ്ട ഒരു ആശയമായതുകൊണ്ടാണ് അത് വീണ്ടും 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 നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദ്രോണാചാര്യർ അർജുനനോട് പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പ് ചെയ്യാൻ പറയുന്ന കഥ. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. എങ്കിലും ഒന്നും കൂടി ഞാനത് പറയാം. ദ്രോണാചാര്യർ എന്ന് വെച്ചാൽ പാണ്ഡവർക്ക് കൗമാരപ്രായത്തിലായിരുന്ന സമയത്ത് അവർക്ക് അവരുടെ ഗുരു ദ്രോണാചാര്യരായിരുന്നു. അപ്പോൾ അദ്ദേഹം വില്ലാളി വീരനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പാണ്ഡവർക്കും കൗരവർക്കും ഒക്കെ, അന്ന് ഒരു കൊട്ടാരത്തിലാണ് അവരൊക്കെ താമസിച്ചിരുന്നത്, അവർക്ക് ഈ ആയുധാഭ്യാസം കൊടുത്തിരുന്നത് ദ്രോണാചാര്യരായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പാണ്ഡവരും കൗരവരും കൂടി ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ദ്രോണാചാര്യര് അവർക്ക് ഒരു അമ്പ് എയ്യൽ പരിശീലനം നടത്തുന്ന സമയത്ത് ദൂരെ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു പക്ഷിയെ കെട്ടിയിട്ടു, ഒരു പക്ഷിയുടെ രൂപം കെട്ടിയിട്ടു. എന്നിട്ട് ഇവിടെ നിന്ന് അവരോട് അമ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്പ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് അവരോട് ആ പക്ഷിയുടെ കണ്ണിൽ വേണം നിങ്ങൾ കൊള്ളിക്കാൻ. അതായത് നിങ്ങൾ ഉന്നം പിടിക്കേണ്ടത് കണ്ണിലേക്കാണ്. അപ്പൊ കണ്ണിലേക്ക് ഉന്നം വെച്ച് നിങ്ങൾ അമ്പ് ചെയ്യണം എന്ന് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പക്ഷെ അമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചു. നിങ്ങൾക്ക് അമ്പ് ചെയ്യാൻ ഞാൻ സമ്മതിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ അതിന് തയ്യാറെടുത്തോളൂ, പക്ഷെ അമ്പ് വിടുന്നത് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം എന്ന ഒരു കണ്ടീഷൻ അദ്ദേഹം വെച്ചു. അങ്ങനെ ഓരോരുത്തരോട് വന്ന് അമ്പ് ചെയ്യാൻ, എല്ലാവരും കൂടി ഒന്നിച്ചല്ല, ഓരോരുത്തരായിട്ട് വന്ന് അമ്പ് ചെയ്യാൻ വന്ന് നിൽക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ മൂത്ത ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ വന്നു നിന്നു. യുധിഷ്ഠിരനോട് ചോദിച്ചു, നീ അമ്പ് ചെയ്തോളൂ, വില്ല് റെഡിയാക്കിക്കോളൂ, അമ്പ് വില്ല് കൊലച്ചോളൂ, അതായത് ഉന്നം പിടിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നീ ഇപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ആ മരം കാണുന്നുണ്ട്, മരത്തിൻ്റെ ചില്ലകൾ കാണുന്നുണ്ട്, മരത്തിൻ്റെ ഇല കാണുന്നുണ്ട്, പക്ഷിയെ കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, നീ വില്ല് അമ്പ് ചെയ്യണ്ട, നീ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അടുത്ത ആളെ വിളിച്ചു, ഭീമസേനൻ. അദ്ദേഹത്തിനോട് അമ്പ് ചെയ്യാൻ പറഞ്ഞു.
അമ്പ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം അല്ല വില്ല് കൊലയ്ക്കാൻ പറഞ്ഞു, കൊലച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ ഇപ്പം എന്തൊക്കെയാണ് കാണുന്നത്? ഞാൻ ആ പക്ഷിയെ കാണുന്നു, ചില്ലകൾ കാണുന്നു, ഇലകൾ കാണുന്നു. ശരി, നീയും മാറി നിൽക്കും. അങ്ങനെ ഓരോ ആളുകളോടും അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ കാണുന്നതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവരും കാണുന്നത് അതിൽ ആ പക്ഷിയെ അമ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ കാണുന്നതൊക്കെ പറയുന്നുണ്ട്. അവസാനമാണ് അർജുനന്റെ ഊഴം വരുന്നത്. അർജുനന്റെ ഊഴം വന്നു. അർജുനനോട് വില്ല് കൊലച്ചോളം പറഞ്ഞു. ദ്രോണാചാര്യ ചോദിച്ചു, ഇപ്പം നീ എന്തൊക്കെയാണ് കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ കാണുന്നത് പക്ഷിയുടെ കണ്ണ് മാത്രമാണ്. കണ്ണ് മാത്രമാണ് ഞാൻ കാണുന്നത്. അത് കേട്ടപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ശരി, നീ വില്ല് അമ്പ് ചെയ്തോളൂ പറഞ്ഞു. അമ്പ് കൃത്യമായിട്ട് ആ പക്ഷിയുടെ കണ്ണിൽ കൊണ്ടു. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യം മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാഴ്ചകളൊന്നും നമ്മൾ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. അതിലേക്ക് മാത്രമായിരിക്കണം നമ്മൾ ശ്രദ്ധ. എങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ. ഇതാണ് അതിലത്തെ പാഠം. ഈ ഒരു പാഠം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഏറ്റവും കോർ ആയിട്ടുള്ള സന്ദേശം. അപ്പോൾ എന്താണ് നമ്മൾ ഫോക്കസ് പറഞ്ഞത്? ഒരേ സമയത്ത് ഒരേ മനസ്സ്, ഊർജം, വികാരം, പ്രവർത്തനം, മൈൻഡ്, എനർജി, ഇമോഷൻ, ആക്ഷൻ, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ചെറിയ മനസ്സ് ചെറിയ ഫലങ്ങൾ മാത്രമേ തരുള്ളൂ. കേന്ദ്രീകൃത മനസ്സ് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിന് ഏറ്റവും അതിന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പ്രകൃതിയിൽ തന്നെയുള്ളൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ലെൻസാണ്. കാരണം നമ്മുടെ ചുറ്റും പ്രകാശമുണ്ട്, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ദേഹത്ത് പെട്ടെന്ന് പോകുന്നു. നേരെ മറിച്ച് നിങ്ങളൊരു ലെൻസ് പിടിച്ച് ആ ലെൻസിലൂടെ ആ വെളിച്ചം ഒരു പോയിന്റിലേക്ക് ഒന്ന് കേന്ദ്രീകരിച്ച് നോക്കൂ, ആ തീ ഉണ്ടാക്കും, അവിടെ പൊള്ളും. കാരണം എല്ലാ സൂര്യരശ്മികളും കൂടി ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ പവർ വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പവർ അല്ല അതിന്. വേണമെങ്കിൽ ഒരു തീ ആളിക്കത്തിക്കാൻ വരെ കഴിവുള്ള അതിശക്തമായ നമ്മളെ ശരീരത്തിന് വരെ ഡാമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള ഒരു പോയിന്റായിട്ട് എല്ലാ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. നിങ്ങൾ ലെൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. സയൻസിൽ പഞ്ഞി കൊണ്ടുവച്ച് ലെൻസ് കൊണ്ട് അത് കത്തിക്കുന്നതൊക്കെ സാധാരണ സ്കൂളുകളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റുകളാണ്. അതേപോലെയാണ് മനസ്സ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ആക്ഷനും ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പവർ വേറെയാണ്. ഈ ഫോക്കസ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞുതരാം. എഫ് എന്ന് പറഞ്ഞാൽ ഫോളോ, ഒ പറഞ്ഞ വൺ, സി പറഞ്ഞ കോഴ്സ്, യു പറഞ്ഞ അൺടിൽ, എസ് എന്ന് പറഞ്ഞ സക്സസ്ഫുൾ. ഫോളോ വൺ കോഴ്സ് അൺടിൽ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യത്തിൽ നമ്മൾ വിജയം കാണുന്നവരെ ഒരു കാര്യത്തിലും മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഫോളോ വൺ കോഴ്സ് അൺടിൽ സക്സസ്ഫുൾ. ഫോക്കസ് ഉള്ളവർ കൂടുതൽ ജോലി ചെയ്യുന്നവരല്ല, ശരിയായ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ്. അതായത് പലപ്പോഴും ഫോക്കസ് ഉള്ളവർ കുറേ ജോലി എടുക്കല്ല ചെയ്യുക, പക്ഷെ അവർ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധയുള്ളവരായിരിക്കും. ബ്രൂസ്ലി പണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1000 വിദ്യ അഭ്യസിച്ചവനെ എനിക്ക് പേടിയില്ല, പക്ഷേ ഒരു വിദ്യ 1000 പ്രാവശ്യം അഭ്യസിച്ചവനെ എനിക്ക് പേടിയുണ്ട്. കാരണം ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുത്തൻ അതിൽ അവൻ അത്രയും എക്സ്പേർട്ടായിരിക്കും, അത്രയും നൈപുണ്യം നേടിയിട്ടുണ്ടാവും. വിജയിക്കുന്ന ആൾക്കാരുടെ ലക്ഷണം അവരെല്ലാം കാണുന്നവരല്ല, അവർക്ക് വേണ്ടത് മാത്രമേ അവർ കാണുന്നുള്ളൂ. വിജയിക്കുന്ന ആൾക്കാർ എല്ലാം കാണുന്നവരല്ല, പകരം അവർക്ക് വേണ്ടത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അതാണ് അവരുടെ വിജയത്തിൻ്റെ ലക്ഷ്യം. കാരണം അവർ ഡിസ്ട്രാക്റ്റഡ് അല്ല, അവർ പല കാര്യങ്ങളിൽ അവിടെ ശ്രദ്ധകൾ പോകുന്നില്ല. അവർ എന്തിനാണ് ലക്ഷ്യമിടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവരവരുടെ സമയം ചെലവഴിക്കുന്നുള്ളൂ, ചിന്തകൾ ചെലവഴിക്കുന്നുള്ളൂ, അവരുടെ പ്രവൃത്തികൾ ചെലവഴിക്കുന്നുള്ളൂ. ഒരു തമാശയായിട്ട് പണ്ട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 8 കോടി വിലയുള്ള
റോൾസ് റോയ്സ് കാറിന്റെ പരസ്യം ടി വിയിൽ വരാത്തതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 8 കോടി ബേസിക് വേർഷന് പോലും 8 കോടിയിലധികം വിലയുള്ള റോൾസ് റോയ്സ് എന്ന കാറിന്റെ പരസ്യം ടി വിയിൽ വരുന്നില്ല? റോൾസ് റോയ്സ് കാറ്, അതായത് ബേസ് മോഡലിന് തന്നെ 8 കോടിയിലധികം വില വരുന്ന, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ മാത്രമുള്ള, വളരെ വിരലിലെണ്ണാവുന്ന കാറുകൾ മാത്രമുള്ള റോൾസ് റോയ്സ് എന്ന കാറിന്റെ പരസ്യം ടി വിയിൽ വരാത്തതിന്റെ കാരണം അത് വാങ്ങിക്കാൻ കഴിവുള്ളവരൊന്നും ടി വി കണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്കിലല്ലേ ടി വിയിൽ കൊടുത്തിട്ട് അവർക്ക് കാര്യമുള്ളൂ. അല്ലാതെ ടി വിയിൽ കൊടുത്തിട്ട് എന്താ കാര്യം? അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് അത് കാണുന്നില്ലേ, പിന്നെ അവർ ടി വിയിൽ പരസ്യം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ടി വി കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് റോൾസ് റോയ്സ് വാങ്ങാനുള്ള അവസരമാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അവർ ഇതിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല. ടി വിയോ സീരിയലോ ഒന്നും അവർ കാണാനിരിക്കുന്നില്ല. അതിലൊന്നും അവർ ഡിസ്ട്രാക്റ്റഡ് അല്ല. അവർ വേണ്ടത് മാത്രമേ കാണുന്നുള്ളൂ, വിജയിക്കുന്നവർ. ഫോക്കസ് എന്നത് വെറും കോൺസെൻട്രേഷൻ അല്ല. ഫോക്കസ് എന്നത് ജീവിതത്തിൽ എന്താണ് പ്രധാനമെന്ന് തീരുമാനിക്കുന്ന ശക്തിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പലരും വിചാരിക്കും നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമുക്ക് വേണ്ട ഒന്ന് തീരുമാനിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെടാത്ത 99 കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു. അതിനെയാണ് ഫോക്കസ് എന്ന് പറയുക. നമ്മളൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അത് നേടണമെന്ന് ലക്ഷ്യമിട്ടാൽ, പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവരുത്. നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കത് നേടിയെടുക്കാനും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ വിലപ്പെട്ട സമയം, എനർജി ഒക്കെ നമ്മൾ ഒരു പോയിന്റിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കും കേന്ദ്രീകരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നിലേക്കും ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനും പ്രാക്ടീസുകളുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ സാധിക്കുന്ന ഒരു കാര്യം. അല്ലാണ്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. നമുക്ക് പരിശീലനത്തിലൂടെ അത് നേടിയെടുക്കാൻ പറ്റും. എന്തൊക്കെ പരിശീലനം ചെയ്യാമെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. MM30 ആളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഫോക്കസ് കൂടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഓക്കെ. ജീവിതം മാറുന്നത് ഒരു വലിയ അവസരം കിട്ടുമ്പോഴല്ല, അവൻ അല്ലെങ്കിൽ അവൾ തൻ്റെ മനസ്സ് ഒരു ലക്ഷ്യത്തിൽ സ്ഥിരമായി നിർത്താൻ പഠിക്കുമ്പോഴാണ്. അപ്പം നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴൊന്നുമല്ല. നിങ്ങൾ ഒരു ലക്ഷ്യമിട്ട് അതിൽ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ കഴിവുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ ബുദ്ധിശക്തിയോ അസാധ്യമായ കഴിവുകളോ അല്ല വേണ്ടത്. മറിച്ച് നമ്മൾക്ക് ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മാത്രമാണ് വേണ്ടത്. അത് സ്ഥിരമായിട്ട് നിർത്താൻ സാധിച്ചാൽ നമ്മൾ ആ മേഖലയിൽ വളരെ ഉന്നതിയിലെത്തും. അതിനാണ് നമ്മൾ എപ്പോഴും ലെൻസ് സൂര്യപ്രകാശം, ചിതറിയ സൂര്യപ്രകാശം വെളിച്ചം നൽകും, കേന്ദ്രീകരിച്ച സൂര്യപ്രകാശം തീ പടർത്തും. ചിതറിയ മനസ്സ് ക്ഷീണം സൃഷ്ടിക്കും, ഫോക്കസ് ചെയ്ത മനസ്സ് ഫലം സൃഷ്ടിക്കും. ഇപ്പം നമ്മൾ പണ്ട് പറയും, ഒരു സ്ഥലത്ത് കിണർ കുഴിക്കുന്നതിനും ഒരുപാട് കിണർ ഇങ്ങനെ കുഴിച്ചു വിടുന്നാൽ എവിടെയും നമുക്ക് വെള്ളം കിട്ടില്ല. നേരെ മറിച്ച് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ കുഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വെള്ളം കിട്ടും. ഒരു 5 അടി കുഴിച്ചു, ഇവിടെ വെള്ളമില്ല. 5 അടി കുഴിച്ചു, വേറെ സ്ഥലത്ത് ഇല്ല. 5 അടി കുഴിച്ചു, വേറെ 10 എണ്ണം കുഴിക്കും, 50 അടി, ഇതിലൊരു 30 അടി നമ്മൾ കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം വന്നേനെ. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോക്കസ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധ ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ്, നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോക്കസ് നിങ്ങൾക്ക് കിട്ടി, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് മാറ്റം സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നയിക്കുന്നു. നിങ്ങൾക്ക് ഫോക്കസ് കിട്ടിയാൽ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങളെ അത് നയിക്കും. നിങ്ങളുടെ മനസ്സിനെ നയിക്കും. ഫോക്കസ് നിങ്ങളുടെ മനസ്സിനെ നയിക്കുകയാണ്. ഫോക്കസ് ഇല്ലെങ്കിൽ മനസ്സ് പല ദിശകളിലേക്ക് ചിതറിപ്പോവും. ഫോക്കസ് ഉണ്ടെങ്കിൽ മനസ്സ് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, വിവരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും പല മൈൻഡ് പവർ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്?
നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ആളുകൾ, ആശയങ്ങൾ, അവസരങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം ഇട്ടു, നമുക്കൊരു ആഗ്രഹം ഉണ്ട്, ആ ഒരു ആഗ്രഹം നേടിയെടുക്കണം. അപ്പോൾ അതൊരു ലക്ഷ്യമായിട്ടിട്ടു. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ മനസ്സ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ, ആശയങ്ങൾ, ആളുകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങും. അതുവരെ അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അതുവരെ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുമ്പോൾ ഇത് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാൻ തുടങ്ങും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ അത്ഭുതങ്ങളല്ല സംഭവിക്കുന്നത് അവിടെ. നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഉപബോധ മനസ്സിലേക്ക് കയറുമ്പോൾ, ഉപബോധ മനസ്സ് അതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങും. നിങ്ങൾ ഒരു വലിയ തിരക്ക്, ആയിരക്കണക്കിന് ആൾക്കാരുള്ള തൃശ്ശൂർ പൂരം വരെയുള്ള സ്ഥലത്ത് ചെന്നു, അവിടെയുള്ള ആൾക്കാരുടെ മുഖമൊന്നും നിങ്ങൾ മനസ്സിലേക്ക് കയറ്റില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ പരിചയമുള്ള ഒരാളെ കണ്ടു നോക്കി, അപ്പം നിങ്ങൾ ആളെ തിരിച്ചറിയും കൈയോട്. എത്ര തിരക്കിനിടയിൽ അയാളുടെ മുഖം കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ നോക്കും, കണ്ടെത്തും. അതെങ്ങനെയാണ് കഴിയുന്നത്? അത് നമ്മുടെ മനസ്സിനറിയാം. നമ്മുടെ പരിചയമുള്ള മുഖങ്ങൾ കാണുമ്പോൾ അത് ട്രേസ് ചെയ്ത് ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, നമ്മൾ ശ്രദ്ധിക്കും. മറ്റൊന്നും നമ്മുടെ ഓർമ്മയിലേ ഉണ്ടാവില്ല. ആരുടെയൊക്കെ മുഖത്താണ് നോക്കിയത്, ആരൊക്കെ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ തൊട്ടടുത്ത് ഇരുന്നാണ് ഇന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇത് നമ്മൾ നോട്ട് ചെയ്യും. അത് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വേണ്ടപ്പെട്ടതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രത്യേക കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. സാധാരണ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഒരു വോളിബോൾ 2 ടീം കളിക്കുന്ന എക്സസൈസ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഗെറില വന്നു പോകുന്നത് പലരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അത് മാത്രമേ നമ്മൾ കാണുള്ളൂ, അല്ലാതെ പലതും നമ്മൾ കാണാണ്ടിരിക്കും. അതുപോലെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ എനർജി വേസ്റ്റ് ആവുന്നില്ല. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രം നമ്മുടെ എനർജി പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എനർജി മറ്റ് പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്തു പോകും, പല ഭാഗങ്ങളിൽ ചെതറിപ്പോവും. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളും ആശയങ്ങളും ആയിരിക്കും മാത്രം നമ്മൾ സ്വീകരിക്കുള്ളൂ. അത് മാത്രമല്ല, അതിന് വേണ്ടുന്ന എനർജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള എനർജി പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ലെൻസ് പറഞ്ഞ മാതിരി ലെൻസ് വെക്കുമ്പോൾ എല്ലാ സൂര്യപ്രകാശവും കൂടി ഒരു കേന്ദ്രീകരിച്ച് ഒരു ബോളിൽ വരുന്ന സമയത്ത് അവിടെ തീ കത്തുന്നു. പക്ഷേ ആ ഭാഗത്തോടെ പോണ എല്ലാ സൂര്യപ്രകാശം ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. ആ ലെൻസ് എന്ന് പറയുന്ന ആ ചെറിയ വട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ മുകളിൽ തട്ടുന്ന സൂര്യരശ്മികൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വീഴുന്നുള്ളൂ. എന്നിട്ടും അത് തീ കത്തിക്കുന്നു. അപ്പോൾ എല്ലാ സൂര്യപ്രകാശം കൂടി ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ച് എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കുക നിങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ചിന്തകളും അതേമാതിരി ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അത് ഭയങ്കരമായ റിസൾട്ട് ഉണ്ടാക്കും. ഒരേ സമയം പല കാര്യങ്ങളും ശ്രദ്ധ കൊടുത്താൽ ഊർജ്ജം ചെതറിപ്പോവും. ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. എനർജി ലോസ് കുറയും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ. കാരണം നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയുള്ളൂ, എല്ലാവർക്കും. അതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും കേരള മുഖ്യമന്ത്രി ആയാലും ഏതൊരാൾക്കും 24 മണിക്കൂറേ ഉള്ളൂ, അതിലൊരു സംശയമില്ല. അപ്പോൾ ആ ഉള്ള സമയം നമ്മൾ മാക്സിമം എത്ര നന്നായി ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം തീരുമാനിക്കാൻ പോകുന്നത്. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളിൽ എത്താനുള്ള വേഗതയും കൂടും. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തും, ആ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടും. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ലക്ഷ്യത്തിലേക്ക് സ്ഥിരമായി ശ്രദ്ധ കൊടുക്കുമ്പോൾ ചെറിയ വിജയങ്ങൾ ലഭിക്കുകയും അത് ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നത് കാണാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള കോൺഫിഡൻസ് ലഭിക്കും. ഇപ്പം നിങ്ങളോട് പറയാണ് ഒരു മാസം 1 കോടി സമ്പാദിക്കാനൊക്കെ പറഞ്ഞാൽ പലരും പിന്നെ നടന്നു തന്നെ എന്ന് പറയും. നേരെ മറിച്ച് അവർ ഒരു ചെറിയ ലക്ഷ്യം ഇട്ടു, ഒരു 50,000 ഇട്ടു, നടന്നു, 1 ലക്ഷം ഇട്ടു, നടന്നു, 5 ലക്ഷം ഇട്ടു, നടന്നു, 10 ലക്ഷം ഇട്ടു, നടന്നു. അങ്ങനെ വന്നൊരാൾക്ക് 1 കോടി എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇപ്പോൾ മനസ്സ് പടയൊന്നുമില്ല. സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ ശ്രമിച്ചാൽ നടക്കും എന്നൊരു കോൺഫിഡൻസ് അയാൾക്ക് വരും. അതേപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കാര്യത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ തീരുമാനങ്ങൾ എളുപ്പമാവുന്നു, ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആവുന്നു. ഫോക്കസ് ഉള്ളവർക്ക് എന്താണ് പ്രധാനമെന്നും എന്താണ് ഒഴിവാക്കേണ്ടതെന്നും വ്യക്തതയുണ്ടാവും, വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. അതായത് നമ്മുടെ ഗോളിനെ പറ്റി നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയും അതിലേക്ക് നമ്മൾ ഫോക്കസ്ഡും ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. കാരണം ഇതെനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് ലക്ഷ്യം ബോധ്യം ഉണ്ടെങ്കിൽ ഇതെൻ്റെ ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ബന്ധപ്പെട്ടതല്ലേ വേണ്ട,
ഇപ്പം നിങ്ങൾ ഒരു ബിസിനസ്, ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ്. ഹോട്ടൽ ബിസിനസ് എനിക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കണമെന്ന് പ്രതീക്ഷ നടക്കുന്ന ഒരാളുടെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തിയാൽ വലിയ ലാഭം കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു അയാൾ ഒരു വേണ്ട, അതെൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് വേറൊരാൾ പറയാണ് ഒരു ഹോട്ടൽ ഒരു സ്ഥലത്ത് കൊടുക്കാണ്ട് അവർ നടത്തുന്നില്ല, നമുക്ക് നടത്താൻ കിട്ടാൻ സാധ്യത, എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറയുള്ളൂ. കാരണം അയാൾക്കറിയാം തൻ്റെ ലക്ഷ്യം എന്താണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാനും അതല്ലാത്തത് വേണ്ടാന്ന് വയ്ക്കാനും ഈ ഫോക്കസ് ഉള്ള ആൾക്ക്, വ്യക്തമായ ലക്ഷ്യമുള്ള ആൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റുകൾ ഇതൊക്കെയാണ്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ നോക്കാനുള്ളത് ഫോക്കസ് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫോക്കസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, ഇതൊക്കെ നോക്കിക്കോളൂ. നമ്മളിൽ പലർക്കും ഉണ്ടാവുന്ന സംഭവങ്ങളായിരിക്കും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. പല കാര്യങ്ങളും തുടങ്ങും, പക്ഷെ പൂർത്തിയാക്കാൻ പറ്റൂല. തുടങ്ങും, ആരംഭശൂരത്ത് എന്നൊക്കെ പറയില്ല, ഒക്കെ തുടങ്ങി വെക്കും, അവസാനിപ്പിക്കൂല. ഇതിൻ്റെ കാര്യം ലക്ഷ്യത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ, ലക്ഷ്യമില്ലാത്തതല്ല, ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാത്തതിൻ്റെ കുറവാണ്. പല കാര്യങ്ങളും തുടങ്ങി വെക്കും, അവസാനിപ്പിക്കില്ല. ഇപ്പൊ ഞങ്ങളുടെ തന്നെ കോഴ്സിൽ എത്രയോ ആളുകൾ വന്ന് ജോയിൻ ചെയ്യും, ഒരു ദിവസം പോലും അറ്റൻഡ് ചെയ്യാതെ ഇരുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസമെങ്കിലും അറ്റൻഡ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാന്ന് വിചാരിക്കും, പക്ഷെ ഒരു ദിവസം പോലും അറ്റൻഡ് ചെയ്യാത്ത ആളുകളുണ്ട്. ബിസി ആയിരിക്കും, പക്ഷെ ഒരു പുരോഗതി ഉണ്ടാവില്ല, എപ്പോഴും ബിസി. ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഭയങ്കര തിരക്കില്ല, പക്ഷെ ലൈഫ് എങ്ങനെയാ, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, അങ്ങനെ നടന്നു പോകണു. എപ്പോഴും ബിസി ആയിരിക്കും ഇവർ, കാരണം അവർക്ക് ലക്ഷ്യമോ അതിലേക്ക് ഫോക്കസോ ഇല്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പലപ്പോഴും നമ്മളായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും. ആത്മവിശ്വാസം കുറവായിരിക്കും, മാനിഫെസ്റ്റേഷൻ വൈകും. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അത് നമ്മൾ ആകർഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് കോൺഫിഡൻസ് കുറവും, നമ്മളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിൽ നമുക്കത് ആകർഷിക്കാനും കഴിയില്ല. അതിലിപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല നടക്കാത്തതിന്. പുതിയ ഐഡിയ എന്തെങ്കിലും വന്നാൽ പഴയ ഐഡിയ വേണ്ടാന്ന് വെക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരു എല്ല് വായിൽ പിടിച്ച് നടക്കുന്ന ഒരു നായയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വെള്ളത്തിൽ വേറൊരു നായയുടെ ഇതിൽ കണ്ടപ്പോൾ ഇത് എറിഞ്ഞ് അതിലേക്ക് ചാടി. അതേപോലെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കണ്ട ഇത് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ പോകും. കാരണം ലക്ഷ്യമൊന്നുമില്ല, ഏത് കിട്ടിയാലും മതി എന്നുള്ളതാണ്. അപ്പം അതാണ് ലക്ഷ്യമില്ലെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നേരത്തെ ഹോട്ടലുകാരൻ്റെ പറഞ്ഞ മാതിരി വ്യക്തമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വേണ്ടാന്ന് വെക്കുകയോ അതിന് മുന്നോട്ട് വെക്കുകയില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ഇന്നത് നേടിയെടുക്കണം. എപ്പോഴും ബിസി ആയിരിക്കും, പക്ഷെ പ്രോഗ്രസ് ഉണ്ടാവില്ല. പിന്നെ സംശയം, ഭയം, കമ്പാരിസൺ, ഡിസ്ട്രാക്ഷൻ എന്നിവയിലൊക്കെ ചെന്ന് ചാടും. ഡൗട്ട് ആയിരിക്കും എപ്പോഴും, ഫിയർ ആയിരിക്കും. പിന്നെ കമ്പയർ ചെയ്യും, അയാൾക്ക് സാധിക്കണം എനിക്ക് എന്താ സാധിക്കാത്തത്, ഇവർക്ക് നടക്കണം അവർക്ക്. ഡിസ്ട്രാക്ഷൻ, എപ്പോഴും ശ്രദ്ധ വേറെ ഭാഗത്തേക്ക് പോകും. ഇതൊക്കെയാണ് ഫോക്കസ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം ഫോക്കസിന്റെ ഗുണം എന്താണെന്നും ഫോക്കസ് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലായി കാണും. ഇപ്പം നിങ്ങൾക്ക് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫുമായിട്ടും നിങ്ങളുടെ സ്വഭാവങ്ങളായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളാം, ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇനി മാനിഫെസ്റ്റേഷനിൽ ഫോക്കസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കാം. മാനിഫെസ്റ്റേഷന്റെ ബേസിക് തിയറി എന്താണ്? നിങ്ങൾ സ്ഥിരമായി ശ്രദ്ധിക്കുന്നതും വികാരത്തോട് ചിന്തിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എന്തിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എന്ത് ഇമോഷനോടെയാണോ നമ്മൾ ചിന്തിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ ആകർഷിക്കുക. നിങ്ങൾ കൂടുതൽ സമ്പത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, സമ്പത്തായിരിക്കും നിങ്ങൾ ആകർഷിക്കുക. നിങ്ങൾ കൂടുതൽ ഇല്ലായ്മയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇല്ലായ്മയായിരിക്കും നിങ്ങൾ ആകർഷിക്കുക. അത് മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് തിയറിയാണ്. അപ്പോൾ ഇവിടെ ഫോക്കസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അതാണ് നമ്മൾ ആകർഷിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ വലുതായി തോന്നും. അവസരങ്ങൾ ശ്രദ്ധിച്ചാൽ അവസരങ്ങൾ കാണാൻ തുടങ്ങും. ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഓപ്പർച്യൂണിറ്റീസ് കാണും. ഇനി ഓരോ ചോദ്യങ്ങളാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് എന്തിലാണ് ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങളിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇല്ലായ്മകളിലേക്കാണോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്കാണോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്? ഇതൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം എവിടെയാണ്, എന്താ കിടക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും.
നിങ്ങളുടെ കുറവുകളിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുക? അയ്യോ എനിക്ക് അതില്ല, ഇതില്ല, അതിൻ്റെ കുറവുണ്ട്, ഇതിൻ്റെ കുറവുണ്ട്, എനിക്ക് സാലറി കുറവാണ്, നല്ലൊരു ജോലിയില്ല, നല്ലൊരു വാഹനം ഇല്ല, എനിക്ക് നല്ല ഒരു വീടില്ല, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ചിന്തിക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തിലേക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത്. തടസ്സങ്ങളിലാണോ? ഞാൻ എന്ത് ചെയ്താലും മുന്നോട്ട് പോകില്ല, ഒക്കെ പ്രോബ്ലം, എവിടെ നോക്കിയാലും പ്രോബ്ലം, മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? പ്രോബ്ലത്തിൽ. അപ്പോൾ നിങ്ങൾ എന്താ കൂടുതൽ ആകർഷിക്കണേ? പ്രോബ്ലം. ഒരു ഡൗട്ടും വേണ്ട, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ കൂടുതൽ സംഭവിക്കുക. ഫിയറിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യണേ? എപ്പോഴും പേടി, അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ? അപ്പം നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? കൂടുതൽ അങ്ങനത്തെ. അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ലക്ഷ്യത്തിലേക്കാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ലക്ഷ്യത്തിലേക്കാണ്. ഇപ്പം ലക്ഷ്യത്തിലല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്തുക. ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയാണോ? നിങ്ങൾ വിശദീകരിച്ച് തരാം. ആഗ്രഹിക്കുന്ന ജീവിതത്തിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ? നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച അതേ ജീവിതമാണോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത്? അല്ലെങ്കിൽ ഉറപ്പിച്ചോളാം, നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണോ. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കൂ, അത് നിങ്ങളിലേക്ക് വരും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഉള്ള ഇല്ലായ്മകളെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ അങ്ങനെയുള്ള സംഭവിക്കുന്ന ചിന്തിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല. നമുക്ക് കിടക്കാം, എങ്ങനെ ഇതൊക്കെ പരിഹരിക്കാന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രോഗ്രാമിംഗ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്ട. ഇങ്ങനെ കിട്ടുന്ന ഇൻപുട്ടുകൾ ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് കൊടുക്കണം, അതൊരു പ്രോഗ്രാമായിട്ട് മാറും അവിടെ. എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കി, കഴിയില്ല. നേരം പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു നോക്കി, എന്നെക്കൊണ്ട് കഴിയും, സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പോൾ പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ട് ഏതിലാണോ ഫോക്കസ് ചെയ്യണേ അത് നമ്മുടെ സബ് കോൺഷ്യസിൽ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യത്തിൽ വീണ്ടും വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് ഉപബോധ മനസ്സിൽ പതിയുന്നു. തുടർന്ന് ഉപബോധ മനസ്സ് ആ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കാൻ സഹായിക്കും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പൊരുത്തപ്പെടുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കാൻ സഹായിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളത് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നോ അതായിരിക്കും നിങ്ങളെ ആകർഷിക്കാൻ പോകുന്നത്. വികാരവും ഫോക്കസും ചേർന്ന ശക്തി വർദ്ധിക്കുന്നു. അതായത് ഇമോഷനും ഫോക്കസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് വരുന്നത്. വെറും ചിന്തകൾ മാത്രം പോരാ, സന്തോഷം, നന്ദി, വിശ്വാസം തുടങ്ങിയ വികാരങ്ങളോടുകൂടി ഫോക്കസ് മാനിഫെസ്റ്റേഷനെ കൂടുതൽ ശക്തമാക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ലക്ഷ്യം നേടിയതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് സന്തോഷം, കൃതജ്ഞത, ബിലീഫ് എല്ലാം കൂടിയ ഒരു ഇമോഷനാണ് നമ്മളിൽ നിന്ന് വരുന്നതെങ്കിൽ അത് നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ ഉള്ള നീക്കമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമോഷനും ഫോക്കസും കൂടി കൂടുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. പിന്നെ RIS ആക്ടിവേഷൻ്റെ കാര്യം, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RIS, അത് ആക്ടിവേറ്റ് ആവുന്നു. മസ്തിഷ്കത്തിലെ RIS എന്ന സംവിധാനം നിങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും. അതിനാൽ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിലേക്കുള്ള അവസരങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങും. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞു നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് മാറുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, ആശയങ്ങൾ, അവസരങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങും. അത് ഇപ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ ഒരു പുല്ല് നിറഞ്ഞ ഒരു പറമ്പ്, ആരും നടക്കുകയൊന്നും ഉപയോഗിക്കുകയും ചെയ്യാത്ത ഒരു പറമ്പിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു വഴിയിലൂടെ നടന്നാൽ ആദ്യം നമ്മൾ നടക്കുമ്പോൾ പുല്ലൊക്കെ ഒന്ന് ചതയും. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിയിൽ പുല്ല് മുളയ്ക്കാതെയാവും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണാം അവിടെ ഒരു വഴി രൂപാന്തരപ്പെടും. നമ്മൾ നടക്കുന്നിടത്ത് ഒരു വഴി രൂപാന്തരപ്പെടും. പിന്നാലെ ആര് വന്നാലും അയാൾക്ക് വഴിയൊന്നും നോക്കണ്ട, ആ പാടുകളിലൂടെ നടന്നാൽ തന്നെ എവിടെയാണ് കൃത്യമായിട്ട് വേണ്ടതെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു വഴി അവിടെ രൂപാന്തരപ്പെടും. അതേപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഒരു റെറ്റിക്കുലർ ആക്ടിവേറ്റഡ് സിസ്റ്റം, RIS എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അത് ആക്ടിവേറ്റ് ആവുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ആവും. നമ്മൾ ആ പറമ്പിലൂടെ നടക്കുമ്പോൾ ഒരു വഴി ക്രിയേറ്റ് ആവുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ആവും. എന്ന് വെച്ചാൽ അതിലൂടെ പോകുന്നത് നമ്മുടെ ഈ ചിന്തകളും ഈ ഒരു ആശയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രം.
അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അത് കൂടുതൽ പ്രധാനപ്പെട്ടതായിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് നമ്മളൊരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാവും നമ്മുടെ ബോധ മനസ്സിൽ. ആ റെസിസ്റ്റൻസ് പൂർണ്ണമായിട്ട് നിൽക്കും 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ. 90 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അതൊരു ശീലമായിട്ട് മാറും. 21 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിരോധം നിൽക്കും. അതായത് പിന്നീട് നമുക്ക് ചെയ്യാൻ തടസ്സം ഉണ്ടാവില്ല, പക്ഷെ നമ്മളായിട്ട് നിർത്തിയാൽ നിൽക്കും. പക്ഷെ 90 ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർത്താതെ ചെയ്താൽ 91-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അതൊരു ശീലമായി മാറി, ഒരു ഹാബിറ്റായിട്ട് മാറി. ആ ഒരു ശീലമായി മാറാൻ എടുക്കുന്ന സമയമാണ് 90 ദിവസം. ഒരു റെസിസ്റ്റൻസ് കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന്റെ റെസിസ്റ്റൻസ് കുറയാനുള്ള ടൈം 21 days. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു RA സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടുന്ന ടൈം 21 days ആണ്. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. 90 days കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ശീലമായി, പിന്നെ നിങ്ങൾക്ക് അത് നിർത്താനും ബുദ്ധിമുട്ടായിരിക്കും. മനസ്സ് വീണ്ടും വീണ്ടും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. അത് വിശ്വാസമാകുന്നു. വിശ്വാസം പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നു. പ്രവർത്തനം ഫലം സൃഷ്ടിക്കുന്നു. അതായത് ഉപബോധ മനസ്സിലേക്ക് നമ്മളൊരു വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അത് എന്താണ്, അതൊരു ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറുകയാണ്. ബിലീഫ് സിസ്റ്റം എന്ത് ചെയ്യും, നമ്മുടെ ആക്ഷനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആക്ഷൻ എന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഗ്രാം, അതായത് എന്നെക്കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ആക്ഷനെ ബാധിക്കും. കാരണം എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ആക്ഷനെ ബാധിക്കുന്നു. ആ ആക്ഷൻ റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ഇല്ലാതെ അത് ജീവിതത്തിൽ എത്തണമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല. ഫോക്കസിൻ്റെ കാര്യങ്ങൾ ഒരു സക്സസ്ഫുൾ ആയ ഒരുപാട് ആൾക്കാർ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരൊരു ലക്ഷ്യമിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടിയെടുക്കാൻ തന്നെ പറ്റും. എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ MM30 ഉണ്ടായിരുന്ന ഒരു സുധീർ സാർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ എക്സാമ്പിൾ പറയാറുണ്ട്. ആ മകൻ ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഒരു മിലിറ്ററി ഓഫീസർ ആവണമെന്നുള്ള ആഗ്രഹത്തിലാണ് പഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എയർഫോഴ്സിലാണ്. എങ്കിലും മകനും ഒരു ആഗ്രഹം 7ാം ക്ലാസ് മുതൽ, അപ്പോൾ ഏകദേശം 12 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. ആ പ്രായത്തിൽ ഒരു മിലിറ്ററി ഓഫീസർ ആവണമെന്ന് ആഗ്രഹിച്ച് ഒരു മിലിറ്ററി ക്യാപ്പ് കൊണ്ടുവന്ന് പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടാണ് പഠിച്ചിരുന്നത്. സുധീർ സാർ പറഞ്ഞത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന സീനിയർ ഒരു ഓഫീസറാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്, മിലിറ്ററിയിൽ. കാരണം അദ്ദേഹം ചെറുപ്പം മുതലേ അത് ലക്ഷ്യമിട്ടു, അതിനുവേണ്ടി പഠിച്ചു, പ്രയത്നിച്ചു, അവിടെ എത്തി. PSC എക്സാമിൽ നേടിയ ആ കുട്ടിക്കും ഇതേ അനുഭവം ആ കുട്ടി നിങ്ങൾ യൂട്യൂബിൽ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഒരു ലക്ഷ്യമിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ 1-2 പേര് പറഞ്ഞു എന്നുള്ളൂ, പക്ഷേ ലൈഫിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ സാധിച്ച ആളുകൾ. അപ്പോൾ മാനിഫെസ്റ്റേഷനിലും മാനിഫെസ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഫോക്കസാണ് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്നത്. നിങ്ങളൊരു ലക്ഷ്യമിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിലേക്ക് ഫോക്കസ് ചെയ്താലും കൂടിയാണ് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ള പ്രാക്ടിക്കൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ MM30 ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഗോളിലേക്കുള്ള ഫോക്കസ് വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു പ്രധാന ഗോള് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഫോക്കസ് കാണിക്കുന്ന പ്രാക്ടിക്കൽ 7 മെത്തേഡുകളിൽ ഒന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു ഗോള് മാത്രം തിരഞ്ഞെടുക്കുക. MM30 പാർട്ടിസിപ്പൻസിനൊക്കെ ഒരു ഗോള് എല്ലാവരും സെറ്റ് ചെയ്ത് ക്ലാസ്സിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടി എടുത്തു പറഞ്ഞത്. രണ്ടാമത്തത്, ഗോൾ എഴുതി വെക്കുക. റിട്ടൺ ഗോൾ വേണം. നിങ്ങൾ അറിയണം, ലോക ജനസംഖ്യയുടെ 1% താഴെ ആളുകൾ മാത്രമേ റിട്ടൺ ഗോൾ ഉള്ളൂ. 10% ആൾക്കാർക്ക് ഗോളുള്ളൂ, 1% ആൾക്കാർക്ക് മാത്രമേ റിട്ടൺ ഗോളുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഗോൾ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ 1% ആൾക്കാരുടെ ഉള്ളിലായി. വെറുതെ ഗോൾ എഴുതിയാൽ മാത്രം നിങ്ങൾ
1% ആളുകൾ, ലോക ജനസംഖ്യയുടെ 1% ആളുകൾ എത്തി. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി ഗോൾ എഴുതുമ്പോൾ തന്നെ. ഇവിടെ ഞങ്ങൾ എല്ലാ പാർട്ടിസിപ്പൻസിനും ഗോളുണ്ട്. ഡെയിലി ആ ഒരു ക്ലാസ്സിൽ ആ ഗോളിലേക്കുള്ള വിഷ്വലൈസേഷൻ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, ഫ്യൂച്ചർ ഗോൾസുകൾ, ഷോർട്ട് ടേം ഗോൾസുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഗോളുകൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി MM30 കൈകാര്യം ചെയ്യുന്നുണ്ട്. മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി മൈൻഡ് പവർ ജിം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡ് പവർ പ്രാക്ടീസിൽ ഞങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു. 9 to 10, രാത്രി 9 തുടങ്ങി 10 വരെ. രാവിലെയും രാത്രിയും വായിക്കുക. അതായത് നമ്മുടെ ഗോള് രാവിലെയും രാത്രിയും വായിക്കുക. നമ്മൾ ഗോൾ എഴുതി വെച്ചിട്ട് അത് വായിക്കുക. വെറുതെ അല്ല വായിക്കേണ്ടത്. വായിക്കുമ്പോൾ ഇമോഷനോട് കൂടി വായിക്കുക. അത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഫീലിങ്സോട് കൂടി, ആ ഒരു നന്ദി, സന്തോഷം, ആത്മവിശ്വാസം, സംതൃപ്തി, സമാധാനം, അഭിമാനം എല്ലാം കൂടി അനുഭവിച്ചുകൊണ്ട് വേണം നമ്മളത് വായിക്കാൻ. അത് വായിക്കുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് കിട്ടണം. ഡിസ്ട്രാക്ഷൻസ് കണ്ടെത്തുക. നിങ്ങളുടെ ശ്രദ്ധയെ തകർന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് പോകാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തടസ്സങ്ങളായിട്ട് വരുന്നത്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് വരിക എന്നുള്ളത് അതിനെ കണ്ടെത്തണം. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. അതിനുള്ള കാരണങ്ങൾ 1-2 പറഞ്ഞുതരാം. മൊബൈൽ വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. കാരണം നിങ്ങൾ ഒരു ഫേസ്ബുക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയോ, ഇൻസ്റ്റാഗ്രാമിൽ കയറിയോ, റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതിലിങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും. ഒരു 10 സെക്കൻഡ് അല്ലേ, അല്ലെങ്കിൽ 20 സെക്കൻഡ് അല്ലേ, 50 സെക്കൻഡ് അല്ലേ എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് എന്തായിരിക്കും മണിക്കൂറുകൾ പോകുന്നത് നിങ്ങൾ അറിയില്ല. രാത്രി ഉറക്കം വരെ, ഉറങ്ങാണ്ടിരിക്കുന്നവരെ ആൾക്കാരെ വരെ എനിക്കറിയാം. മൊബൈൽ ഒരു വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. പിന്നെ ഓവർ തിങ്കിങ്, അമിതമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഓരോരോ ചിന്തകൾ പെട്ട് നിങ്ങളിങ്ങനെ ഇരിക്കും. നെഗറ്റീവ് പീപ്പിൾ, നമ്മളൊരു കാര്യം ചെയ്യുന്നിരിക്കുമ്പോൾ ഈ ആൾക്കാർ വന്ന് ഓരോ കഥ പറയാനിരിക്കും, ഗോസിപ്പ് പറയാനിരിക്കും, പല പല കാര്യങ്ങൾ പറയാനും നമ്മൾ അതിൽ പെട്ടിരിക്കും. കഴിഞ്ഞു. അതൊരു ഡിസ്ട്രാക്ഷനാണ്. നമ്മളെ ലക്ഷ്യമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മളിങ്ങനെ മുഴുകി സമയം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആയി പോകും. പിന്നെ പേടി, നമുക്ക് പേടി, മുന്നോട്ട് പോകാൻ ഗോളിലേക്ക് എത്തോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്, ഇതും വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. ഇതിനെപ്പറ്റി അയ്യോ ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, നടക്കുമോ, മറ്റയാൾക്ക് നടന്നു, ഇയാൾക്ക് നടന്നു, എനിക്ക് നടക്കില്ല, ഞാൻ പണ്ട് ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് ഇനി ചെയ്താലും ശരിയല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ പേടികൾ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവും. പ്രൊക്രാസ്റ്റിനേഷൻ, നാളെ ചെയ്യാം, ഇന്നിപ്പോൾ വേണ്ട, ഇന്ന് നല്ല ദിവസമല്ല, നാളെ നല്ല ദിവസം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടി വയ്ക്കുന്ന പരിപാടി പ്രൊക്രാസ്റ്റിനേഷൻ. ഇങ്ങനെ ചെയ്താലും ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഈ ഡിസ്ട്രാക്ഷൻസ് കണ്ടെത്തി അവയെ മാറ്റി തന്നെ വേണം. അതും പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അതും നിങ്ങൾ കണ്ടെത്തി ചെയ്യുക വേണം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. പ്രധാനപ്പെട്ട 3 മെത്തേഡുകൾ, ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതുക. എല്ലാം ചെയ്യാൻ ശ്രമിക്കാതെ പ്രധാനപ്പെട്ടത് മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ ഡെയിലി രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ മാത്രം എഴുതുക. അല്ലാണ്ട് എനിക്ക് അത് ചെയ്യാണ്ട് ഇവിടെ ചെയ്യാണ്ട് പറ്റണം ഒരു 10-20 എണ്ണം എഴുതി ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന, ചെയ്യാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതുക. അത് ദിവസവും നിങ്ങൾ അച്ചീവ് ചെയ്യുക. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. നിങ്ങൾ വീണ്ടും വീണ്ടും വലിയ വലിയ അച്ചീവ്മെൻറ്റ്സിലേക്ക് മൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ടോപ്പ് 3 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് 5ാമത്തെ മെത്തേഡ്. എല്ലാ ദിവസവും രാവിലെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ. പിന്നെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, ദിവസം ഒരു 2 തുടങ്ങി 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നമ്മുടെ ആ ലക്ഷ്യം, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേടിയതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ആ രംഗം നിങ്ങളൊരു സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കാണുക, വിത്ത് പിക്ചേഴ്സോട് കൂടി, വിത്ത് കളർഫുള്ളായിട്ട്, അത് മാക്സിമം ക്ലാരിറ്റിയിൽ നിങ്ങൾ കാണുക. എന്നിട്ട് ആ ലക്ഷ്യം നേടുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻസ് നിങ്ങൾ ഫീൽ ചെയ്യുക. സന്തോഷം, സമാധാനം, സംതൃപ്തി, കൃതജ്ഞത ഒക്കെ ഇങ്ങനെ എല്ലാ ഇമോഷൻസ് ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷൻസ് നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യുക. ആരൊക്കെയാണ് നിങ്ങളെ ചുറ്റും നിൽക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങളെ വന്ന് അഭിനന്ദിക്കുക, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ സന്തോഷം, ഇതൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഒരു 2 തുടങ്ങി 5 മിനിറ്റ് ദിവസം ചെയ്യുക. അത് നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. കാരണം നിങ്ങളുടെ ഫോക്കസ് പോയില്ലേ. ഇത് നേടിയെടുക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ലഭിക്കും എന്നുള്ളൊരു ഇതാണ് വിഷ്വലൈസേഷൻ. നമ്മുടെ സബ് കോൺഷ്യസ്ലി നമ്മളൊരു പിക്ചർ കൊടുക്കുമ്പോൾ സബ് കോൺഷ്യസ് നമുക്ക് ചെയ്യടാന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ ക്ലാസ്സിൽ ഞങ്ങൾ ചെയ്യിക്കേണ്ടതാണ്.
MM30 ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു പാർട്ടിസിപ്പൻസിനെ കൊണ്ട്, വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. അവരുടെ ഗോള് ഡെയിലി നടന്നതായിട്ട് മെഡിറ്റേഷൻ്റെ ഉള്ളിൽ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. മെഡിറ്റേഷൻ ആകുമ്പോൾ നമ്മൾ ആൽഫ സ്റ്റേജിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കിടക്കും. അപ്പോൾ നമ്മൾ ഗൈഡഡ് ആയിട്ട് അവരോട് പറയും, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ ചുറ്റും ഇപ്പം നിങ്ങളോട് പറഞ്ഞ അതേ കാര്യം നിങ്ങളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കും. ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അവരുടെ ലൈഫിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കും. എനർജി പ്രൊട്ടക്ഷൻ, ഫോക്കസ് കുറയ്ക്കുന്ന കോൺവെർസേഷൻ, ഗോസിപ്പ്, കമ്പാരിസൺ, അൺനെസറി സ്ക്രോളിംഗ് എന്നിവ കുറയ്ക്കുക. ഫോക്കസ് സമയം മാനേജ്മെൻറ്റ് മാത്രമല്ല, എനർജി മാനേജ്മെൻറ്റ് കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ എനർജി മാനേജ് ചെയ്യാനും കൂടിയാണ് പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി മൊബൈലിൻ്റെ അത് പല സംഭാഷണങ്ങൾ, ഗോസിപ്പ്, താരതമ്യം, കമ്പാരിസൺ, അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള മൊബൈലിൽ ആവശ്യമില്ലാത്ത കുറേ ഇരുന്ന് കാണുക, ഇതൊക്കെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു 24 മണിക്കൂറേ എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും, എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും ഏത് വ്യക്തിക്കും 24 മണിക്കൂറേ ഉള്ളൂ. എന്നിട്ട് ചിലർ മുമ്പിലെത്തുന്നതിൻ്റെ കാരണം എന്താ? അവർ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്യണോണ്ടാണ്. നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങളും അതേമാതിരി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 99 വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അതാണ് അതിൻ്റെ തിയറി. എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ട ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടാത്ത 99 കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെക്കണം. ഇതിപ്പോൾ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി ഒരു 100 ഉണ്ടാവും, വേണ്ട കാര്യം അതിൻ്റെ ഉള്ളിൽ പെടുത്തും. അപ്പോൾ അതൊരു പ്രാധാന്യം ഇല്ലാത്ത പോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. നടക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് അതിലേക്ക് മാറ്റുക. MM30 നിങ്ങളുടെ ഫോക്കസ് കൂട്ടാൻ വേണ്ടി ഡെയിലി വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ റൈറ്റിംഗ് ഒക്കെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. അത് MM30 അതിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്നത് എന്നുള്ളത്. അവർക്ക് ഇപ്പോൾ ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട സമയം ആത്മമന്ത്രയുടെ കൂടെ ചെലവഴിക്കാൻ തയ്യാറായ നിങ്ങളോട് എല്ലാവരും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിച്ചു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തായാലും ആരോഗ്യമായാലും ബന്ധങ്ങളിലായാലും കരിയറിലായാലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ഈ മനഃശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു.